ഹായ് ഹലോ. ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. രാവിലെ നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണുന്നത്. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇന്നിവിടെ റെഡ് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്കൊക്കെ അന്ന് അവധിയാണ്. സ്കൂൾ ലീവ് ആയത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ചായ ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് അപ്പം തേങ്ങാപ്പാലും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ രാവിലെ കുറച്ചൊന്ന് ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കുള്ള ജോലികളൊക്കെ നേരെ വെക്കാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ക്ലീനിങ് എല്ലാം ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചന്ദ്രു എഴുന്നേറ്റ് വന്ന് അവൻ ചോദിക്കുക, ഇന്നെന്താ അമ്മ മഴ പെയ്യാത്തത്, റെഡ് അലേർട്ടായിട്ട് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പുലർച്ചെയൊക്കെ പെയ്തുണ്ടായിരുന്നു, ഇപ്പോഴാണൊന്ന് നിന്നത്, വെയിലൊക്കെ വന്നത് എന്ന്. അങ്ങനെ ഞങ്ങൾ മഴേനെ പറ്റി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതാ തുടങ്ങിയിട്ടോ മഴ. നല്ല മഴയാണ്. ലച്ചാണെങ്കിൽ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അവളിങ്ങനെയാണ്, സ്കൂളില്ലാത്ത ദിവസം വിളിച്ചാൽ എഴുന്നേൽക്കില്ല. അപ്പം ഞാൻ എൻ്റെ ജോലികളൊക്കെ വേഗം നോക്കുകയാണ് കേട്ടോ. മണി പ്ലാന്റിന് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇലയാണെങ്കിൽ ഇങ്ങനെ ഉണങ്ങി പോകുന്നു, എന്താണെന്നറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു, കൊണ്ടുവരുന്ന സമയത്ത് നല്ല തിക്കായിരുന്നു. അപ്പോൾ ഓരോ ഇലയായിട്ട് ഇങ്ങനെ ഉണങ്ങി പോകുന്നുണ്ട്. ഉണ്ടാവുന്നുമുണ്ട്, ഇല ഉണ്ടാവുന്നുമുണ്ട്, ഉണങ്ങുന്നുമുണ്ട്. ഈ ഫ്രിഡ്ജിൻ്റെ ഡോർമിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൈവച്ച അടയാളവും ആകെ കലകളാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറിന് വെള്ളം വെച്ച് മഴച്ചോർച്ച കണ്ടപ്പോൾ ഒന്ന് അലക്കാൻ ഇറങ്ങിയതാണ്. അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നത് കേട്ടോ ഈ കാണുന്നത്. നല്ല മഴ പെയ്തേ. ലച്ചുതാ എഴുന്നേറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളേ. അതിൻ്റെ ഇടയിൽ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻകറിയൊക്കെ വെച്ച് കേട്ടോ. അങ്ങനെ അരുണയുടെ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഫുഡിന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഒരു ചെറിയൊരു ചോർച്ച നോക്കിയിട്ട് ഞാൻ വേഗം പോയിട്ട് അലക്കി പോകുന്നു കേട്ടോ. കാർ പോർച്ചിലാണ് തുണി വിരിക്കുന്നത്. അരുണേട്ടനാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇവിടെ തുണി കൊണ്ടിടുന്നത്. ഇരിക്കുകയാണെങ്കിൽ വേറെ വഴിയില്ലല്ലോ മഴയാകുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം കായപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, മീനും പൊരിക്കുന്നുണ്ട്. അപ്പോൾ അരുണേട്ടൻ ഉച്ചയ്ക്ക് ഫുഡിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അരുണേട്ടൻ വന്നു. അരുണേട്ടന് വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് അരുണേട്ടൻ കഴിച്ചു, മക്കളും കൂടെ കഴിച്ചേ. പിന്നെ ഞാനാണ് കേട്ടോ കഴിക്കാനുള്ളത്. അങ്ങനെ ഞാനിതാ കഴിക്കുകയാണ്. ഒരുപാട് കറികളൊന്നും ഇല്ലേ, ഒരു മീൻകറി, ഉപ്പേരി, മീൻ പൊരിച്ചത്, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതാ ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകി വെക്കാൻ. അപ്പോൾ ഇതൊക്കെ കഴുകി വെക്കണം. അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കി ഇടണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നീതു വരെ. നീതു വന്നു കഴിഞ്ഞാൽ ഡാൻസിൻ്റെ റീൽസ് എടുക്കാനുണ്ട് കേട്ടോ. 1-2 ഡാൻസിൻ്റെ റീൽസ് എടുക്കാനുണ്ട്. അപ്പോൾ അത് അടുക്കളയൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബായ്.